back to a new class. In the last classes, we were discussing about applications of derivatives. Now, we are here to find approximate value of some radicals using differentiation. Approximations by derivatives. അതാണ് അതിൻ്റെ ഹെഡിങ്. അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് വാല്യൂ കാണുന്ന ഒരു ടെക്നിക് അല്ലേ, ഏകദേശ വാല്യൂ. So using differentiation, we have to find approximate value of some radicals. Radical means root ഉള്ള numbers അല്ലേ. See, use derivative to find root of 36.6. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കിയാൽ റൂട്ട് ഓഫ് 36.6 അതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 6 പോയിന്റ് എത്ര വരും. അപ്പോൾ അത് നമുക്ക് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യണം. അതെങ്ങനെയാണ് നോക്കാം. റൂട്ട് ഓഫ് 36.6 ഇറ്റ് ഈസ് ഓഫ് ദ ഫോം റൂട്ട് എക്സ് ഫോമിലാണ് അല്ലേ. റൂട്ട് എക്സിൻ്റെ ഫോമിലാണ് ഇതുള്ളത്. ദറ്റ് വൈ ഈക്വൽ ടു റൂട്ട് എക്സ്, അതാണ് ആദ്യം എഴുതേണ്ടത്. വൈ ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പോൾ ഇതിൽ ഈ 36.6നെ നമുക്ക് 36 പ്ലസ് 0.6 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 36.6 മീൻസ് 36 പ്ലസ് 0.6. ഇതിൽ ഈ 36നെ നമുക്ക് തൽക്കാലം എക്സ് എന്ന് പറയാം. ഇത് ചെറിയൊരു കഷ്ണമാണ് അല്ലേ. 36 ഈസ് ബിഗ് നമ്പർ. ഈ 0.6 ചെറുതാണ്. ചെറുതായിട്ട് നമുക്കതിനെ ഡെൽറ്റ എക്സ് എന്ന് പറയാം. ഫസ്റ്റ് ഇയറിൽ പറഞ്ഞ പോലെ ചെറുത്, എ സ്മോൾ പാർട്ട് ഓഫ് എക്സ്, ഡെൽറ്റ എക്സ്. വാട്ട് ഇസ് ഡെൽറ്റ എക്സ്? നമുക്ക് ഡി എക്സ് തന്നെ പറയാം. ഡി എക്സ്, ഡെൽറ്റ എക്സിന് എന്ത് പറയുന്നു? ഡി എക്സ്, എക്സിൻ്റെ ചെറിയൊരു പാർട്ട്, ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ആ രീതിയിൽ. അപ്പോൾ അങ്ങനെ എടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് 36.6നെ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യാം. ഹിയർ y is equal to root of x, അത് ഇതിൻ്റെ ഫോമാണ്. ദെൻ വാട്ട് ഈസ് y പ്ലസ് ഡെൽറ്റ വൈ? നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ ഫസ്റ്റ് ഇയർ ചെയ്യാൻ പഠിച്ചു. y പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ വൈൻ്റെ കൂടെ അതിൻ്റെ ഇൻക്രിമെൻറ്റ് ആഡ് ചെയ്തു. അപ്പോൾ എക്സിൻ്റെ കൂടെ അതിൻ്റെ ഇൻക്രിമെൻറ്റ് ആഡ് ചെയ്യണം. ദെൻ വാട്ട് ഈസ് ഡെൽറ്റ വൈ? ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഈ പ്ലസ് വൈ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -5 എന്നാവും. That is equal to root of x. What is x? 36 plus what is delta x? 0.6 minus what is y? Root of x. Root of x. Y means root of x. Root of 36 plus 0.6 36.x minus root of x 36. അപ്പോൾ എന്താ കിട്ടി? റൂട്ട് ഓഫ് 36.x മൈനസ് റൂട്ട് ഓഫ് 36 6 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ ഫോമിലാണുള്ളത്. y ഈക്വൽ റൂട്ട് ഓഫ് എക്സ് എഴുതി. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. റൂട്ട് ഓഫ് 36.6നെ നമ്മൾ 36 പ്ലസ് 0.6 എഴുതി. വേണമെങ്കിൽ 35 പ്ലസ് 1.6 എഴുതാം അല്ലേ. വേണമെങ്കിൽ 34 പ്ലസ് 2.6 എഴുതാം. പക്ഷെ അങ്ങനെ എഴുതാൻ പാടില്ല. എന്താ കാരണം? When we split up 36.6 into two parts, one should be a perfect square. അതിൽ ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആവണം. ഇപ്പോൾ 36ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാ? 6 അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇത് ലീസ്റ്റ് ആവുകയും ചെയ്യണം അല്ലേ, ചെറുതാവുകയും ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് 37 ഇവിടെ -1.7 എന്നൊക്കെ എഴുതാം. പക്ഷേ ഈ അപ്രോക്സിമേഷനിലത് പറ്റില്ല. വൈ 37 എന്ന് എഴുതിയാൽ ദാറ്റ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ split up numbers must be what? Perfect one, at least one should be a perfect square ആവണം. അപ്പോൾ അതുകൊണ്ടാണ് 36 തന്നെ പറയാൻ കാരണം. അപ്പോൾ അവിടെ 6 കിട്ടി. അത് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഡെൽറ്റ വൈ നമുക്ക് എന്താ കിട്ടിയേ? ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36.6 മൈനസ് 6. ഇനി ഈ -6 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താവും? ഡെൽറ്റ വൈ പ്ലസ് 6 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36.6. നമുക്ക് തിരിച്ചെഴുതിയാൽ root of 36.6 is equal to 6 plus delta y അല്ലേ. 6 പ്ലസ് ഡെൽറ്റ വൈ എന്ന് കിട്ടും. ഇത് അപ്പുറം മാറ്റി എഴുതി. റൂട്ട് ഓഫ് 36.6 equal to 6 plus delta y. അപ്പോൾ if we got delta y, the value of delta y, we will find the sum of delta y and 6 and hence we will get root of 36.6. അപ്പോൾ ഇതും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഓഫ് 36.6ൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്
ഇവിടെ നമ്മൾ പറയാൻ കാരണം അപ്രോക്സിമേഷൻ ബൈ ഡെറിവേറ്റീവ് ഹെഡിങ് കൊടുക്കാത്തതിന് കാരണം ഇത് കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് ഡെറിവേറ്റീവിന് ഡെറിവേറ്റീവിൻ്റെ ഒരു ആപ്ലിക്കേഷനായി വരുന്നതുകൊണ്ടാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഹിയർ ഡെൽറ്റ വൈ, വാട്ട് ഈസ് ഡെൽറ്റ വൈ? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താ? ഡി എക്സ്. സോ വാട്ട് ഈസ് ഡെൽറ്റ വൈ? ആ ഡി വൈ എന്ന് പറയാം, ഡി വൈ അല്ലേ. ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഇപ്പോൾ ഡി എക്സും കട്ടാക്കിയാൽ എന്താ വരും? ഡി വൈ വരും. അപ്പോൾ ഓക്കെ, പ്രശ്നമൊന്നുമില്ല അല്ലേ. ദാറ്റ് ഇസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, ആരാ വൈ? റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു, ക്ലിയർ അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, വൈ മീൻസ് റൂട്ട് ഓഫ് എക്സ്. എന്താ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ഓഫ് എക്സ്? നമ്മുടെ ഫോർമുല 1/2 റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ്. വാട്ട് ഈസ് ഡി എക്സ്? ഡെൽറ്റ എക്സ് ദ്വാര 0.6. That is equal to 1/2 root of what is x? 36 into 0.6. That is 1/2 into root of 36, 6 into 0.6. 1/12 അല്ലേ into 0.6. നമുക്ക് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. 1/12 into എന്താ ഈ 0.6 അല്ലെ കട്ട് ചെയ്യുക. 0.6 എന്ന് പറയുമ്പോൾ എന്താ? 6/10 അല്ലേ. 0.6 6/10 അല്ലെ. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ഇപ്പോൾ 1 into 6 6, ഇത് 120 വരും. കട്ടാക്കിയാൽ 20 വരും അല്ലേ. 1/20 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/20. നമുക്ക് കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ല നമുക്ക് ഇവിടെ നമുക്ക് നിർത്താം. is equal to this one, 1/20. Then root of 36.6 is equal to 6 plus delta y. What is delta y? That getting 1/20 is equal to 6 plus എന്താ 1/20? 1/20 1ൽ പോകില്ല, 0 അല്ലേ. ഇപ്പോൾ 10 ആയി, പോകില്ല, 0. 5 കൊടുക്കാം, ഓക്കെ. 0.05. that is equal to 6.05. root of 36.6 equal to 6.05. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഒന്നുകൂടെ നോക്കാം. റൂട്ട് ഓഫ് 36.6ൻ്റെ ആൻസർ കാണണം. കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യണം, ഡെറിവേറ്റീവ് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചാൽ മാത്രം മതി. മുമ്പ് പഠിച്ച കാര്യങ്ങൾ, ഇവിടെ വേറെ പുതിയ ടെക്നിക്സ് ഒന്നുമില്ല. സോ ഫസ്റ്റ്ലി വി ആർ ടേക്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഫോം y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്. അങ്ങനെ എടുക്കണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത്? ആ ക്വസ്റ്റ്യൻ ഷേപ്പ് അതുപോലെ ആയതുകൊണ്ടാണ്. അപ്പം ഇനി ഫസ്റ്റ് ഇയറിൽ പഠിച്ച പോലെ വി ആർ ആഡിങ് ആൻ ഇൻക്രിമെൻറ്റ് ഓഫ് y ടു y. വൈൻ്റെ കൂടെ അതിൻ്റെ ചെറിയൊരു പീസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പുറത്തെ എക്സിൻ്റെ കൂടെ അതിന് ചെറിയ പീസ് ആഡ് ചെയ്യണം. ഇപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ ഈ y അപ്പുറത്തേക്ക് കൊണ്ടുപോകും, -y. ഇപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് അല്ലേ. ഈ 36.6നെ സ്പ്ലിട്ടാക്കി അതിൽ വലിയ പീസ് എക്സ്, ചെറിയ പീസ് ഡെൽറ്റ എക്സ്. അപ്പോൾ 36 + 0.6 എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് റൂട്ട് ഓഫ് വൈ. ആരാ വൈ? വൈ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എക്സ്. അത് കൊടുത്തു. അപ്പോൾ ഇത് ആഡ് ആക്കിയാൽ 36.6 വരും, മൈനസ് റൂട്ട് ഓഫ് എക്സ് 36. അങ്ങനെ ഈ സ്റ്റെപ്പ് കിട്ടി. നമ്മൾ തിരിച്ചെഴുതിയാൽ ഈ ഡെൽറ്റ വൈ അപ്പുറത്ത് കൊണ്ടുപോയി ഡെൽറ്റ വൈ ഇതിനിപ്പുറത്ത് കൊണ്ടുവന്നാൽ -6ന് ഇപ്പുറം കൊണ്ട് +6 ആവും. അങ്ങനെ ഈ സ്റ്റെപ്പ് കിട്ടി. root of 36.6 is equal to x plus delta y. Then we are finding delta y, value of delta y. If delta x is approximately equal to dx, so delta y will also approximately to dy. For delta y na dy എഴുതാം. We are dividing dy by dx, then multiplying by dx. ഇത് കട്ടാക്കുമ്പോൾ dy തന്നെ, പ്രശ്നമില്ല. d by dx of y, y means root of x dx. ഇപ്പോൾ 1/2 റൂട്ട് ഓഫ് എക്സിൻ്റെ അപ്പോൾ വാല്യൂ അപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്ത് സോ 6.05. ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് റാഡിക്കലിൻ്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ക്യൂബ് റൂട്ട്, ഫോർത്ത് റൂട്ട് എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും.
ഇതുപോലെ വേറൊരു ക്വസ്റ്റൻ നോക്കാം. യൂസ് ഡെറിവേറ്റീവ് ടു ഫൈൻഡ് 26 raised to 1 by 3. So this question is of the form y equal to x raised to 1 by 3. ആ ഫോമിലുണ്ട് അല്ലേ? അപ്പോൾ വാട്ട് ഇസ് y പ്ലസ് ഡെൽറ്റ y is equal to x plus delta x raised to 1 by 3. മുമ്പത്തെ പോലെ തന്നെ x plus delta x raised to 1 by 3. Then what is delta y? Delta y is equal to x plus delta x raised to 1 by 3 minus y. That is x plus delta x raised to 1 by 3 minus what is y? x raised to 1 by 3. ഓക്കെ, അപ്പം റൂട്ട് ഓഫ് എക്സ് പോലെ തന്നെ നമ്മൾ ഇതിനെ ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ദെൻ ഇതിനെ സ്പ്രെഡ് ചെയ്യാം. ഈ 26 raised to 1 by 3 or 26 എങ്ങനെ ചെയ്യാം? 20 plus 6 നോക്കാം, അല്ലെങ്കിൽ 25 plus 1 നോക്കാം, അല്ലെങ്കിൽ 27 minus 1 നോക്കാം. പക്ഷെ ഏതെടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. റേസ് ടു 1 by 3 ആണ്. അപ്പോൾ ഒന്ന് പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം. പെർഫെക്റ്റ് ക്യൂബ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 into ക്യൂബ് 2 into 2 into 8. 8 is a പെർഫെക്റ്റ് ക്യൂബ്. 9 പെർഫെക്റ്റ് ക്യൂബ് അല്ല, പെർഫെക്റ്റ് സ്ക്വയർ ആണ് 9. 3 into 3 3 സ്ക്വയർ 9, പക്ഷേ പെർഫെക്റ്റ് ക്യൂബ് അല്ല. അപ്പോൾ 26 അടുത്ത് വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ആരായിരിക്കും? 25 is not a perfect cube. 25 means 5 square. Perfect square ആണ്, but not perfect cube. 27 ആണെങ്കിലോ? 27 is a perfect cube. Why? 3 into 3 into 3 3 into 3 9 9 into 3 27. അപ്പോൾ 26 അടുത്ത് വരുന്ന പെർഫെക്റ്റ് ക്യൂബ് 27 ആണ്. സോ 26 can be split as what? 27 minus 1. 27 minus 1 എന്ന് എഴുതാം. 27 minus 1 26 അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 27 plus minus 1. രണ്ട് സെയിം ആണ്. അപ്പോൾ ഇതാണ് ഒരു എക്സ്, ഇത് ഡെൽറ്റ എക്സ്, ഇതിൻ്റെ വേറെ പേര് ഡി എക്സ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ പറയാം, എക്സ് മീൻസ് 27 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് 1 ഹോൾ റൈസ് ടു 1 by 3 minus x raised to 1 by 3. X means 27 raised to 1 by 3. 27 plus minus 1 means 26. അത് ക്വസ്റ്റൻ തന്നെ ആയിരിക്കുമല്ലോ. raised to 1 by 3 minus 27 raised to 1 by 3. എന്താ അത് മനസ്സിലായില്ല. 27 എങ്ങനെ എഴുതാം? 3 into 3 into 3 27 ആയില്ലേ? 3 ക്യൂബ് 27. then 27 raised to 1 by 3 എന്ന് പറയുമ്പോൾ 3 ക്യൂബ് raised to 1 by 3. ഇപ്പോൾ 3 കട്ടായി, ബാക്കി 3 raised to 1, that is 3 തന്നെ. സോ 27 raised to 1 by 3 ആരാ? അവിടെ ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് ക്യൂബ്. 27 is പെർഫെക്റ്റ് ക്യൂബ്. അപ്പോൾ ഇങ്ങനെ കിട്ടി, that is ഡെൽറ്റ വൈ അല്ലേ? ഈ -3 ഇപ്പുറം കൊണ്ടുവന്നാൽ ഡെൽറ്റ വൈ പ്ലസ് 3 is equal to 26 raised to 1 by 3. തിരിച്ചെഴുതിയാലോ? 26 raised to 1 by 3 is equal to 3 plus delta y. So our aim is to find delta y, which is what? dy അല്ലേ? അപ്പോൾ ഡെൽറ്റ വൈ കണ്ടുപിടിച്ചാൽ മതി. ഡെൽറ്റ വൈ മീൻസ് ആരാ? ഡി വൈ. എന്ന സാധനം dy by dx into dx അല്ലേ? dy by dx into dx, that is d by dx of what is y? Y means x raised to 1 by 3 into dx. ഓക്കെ, അങ്ങനെ നമുക്ക് അത് ചെയ്യാം. യെസ്, ഈക്വൽ ടു d by dx of x raised to 1 by 3 means x ഷെഡിൻ്റെ ഫോർമുല 1 by 3 into x raised to 1 by 3 minus 1 ആണ് ഫോർമുല എഴുതി. what is dx? dx means minus 1, that is 1 by 3 into x raised to, ഇത് അവിടെ 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 1 3, 1 into 1 1 minus 1 into 3 3 into minus 1, that is equal to 1 by 3 into x raised to 1 minus 3 minus 2 by 3 into minus 1.
that is equal to 1 by 3 into or minus 1 minus ആയിട്ട് കൊടുക്കാം. ഓക്കെ, 1 by 3 into x ആരാ 27 raised to minus 2 by 3, that is what, minus 1 by 3 whole square. 27 raised to minus 2 by 3 minus 2 by 3 ആവുമല്ലോ, അങ്ങനെ എഴുതാം. That is minus 1 by 3 into 27 raised to minus 1 by 3. അപ്പോൾ അതെന്താ ചെയ്യുക, 1 by 27 raised to 1 by 3 എന്നാക്കാം അല്ലേ. 27 raised to, ഇപ്പോൾ ഈ മൈനസ് അങ്ങ് പോവും, 1 by ആകുമ്പോൾ മൈനസ് അങ്ങ് പോവും, ഹോൾ സ്ക്വയർ. That is equal to minus 1 by 3 into 1 by 27 raised to 1 by 3, നേരത്തെ പറഞ്ഞ പോലെ 3 square. That is minus 1 by 3 into 1 square 1 തന്നെ, 3 square 9. That is minus 1 by 27 വരും, minus 1 by 27. ആരെ കിട്ടി അങ്ങനെ dy or delta y കിട്ടി. So 26 raised to 1 by 3 is equal to 3 plus delta y. Delta y is obtained as what? Minus 1 by 27. That is 3 plus minus 1 by 27. ഈ 1 by 27ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ആൻസർ. അപ്പോൾ 3 മൈനസ് 1 by 27 കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കണം. 3 മൈനസ് 1 by 27 മീൻസ് 0.03. ഇത് കാൽക്കുലേറ്ററിൽ നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം 1 by 27ൻ്റെ. സോ 3 മൈനസ് 0.03. ദെൻ ഇത് സബ്ട്രാക്ട് ചെയ്താൽ 2.97. സോ 2.97 ഈസ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 26 raised to 1 by 3. ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്യാം. ഒരുപാട് എക്സസൈസ് ഉണ്ട്, ക്യൂബ് റൂട്ടായി, ഇനി ഫോർത്ത് റൂട്ട് ഉണ്ട്, പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നുകൂടെ നോക്കാം. 26 raised to 1 by 3ൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ഇതുപോലെ ആദ്യം ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്തു. y is equal to x raised to 1 by 3. Then y plus delta y is equal to x plus delta x whole raised to 1 by 3. So adding increment to both sides. Then separating delta y, then minus y ആവും. പിന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്, 26 means 27 minus 1. y 27 is a perfect cube which is very close to 26. അടുത്തുള്ളത് 26ൻ്റെ ഏറ്റവും അടുത്തുള്ള പെർഫെക്റ്റ് ക്യൂബിനെ നമുക്ക് 27 കാണാൻ പറ്റും, അങ്ങനെ എഴുതാൻ പറ്റും. So 27 is x minus 1 is delta x. പിന്നെ ആ പാറ്റേണിൽ പോകുന്നു. dy delta y is equal to is approximately equal to dy. അല്ല, ഇത് ഡെൽറ്റ വൈയും ഡി വൈയും ഡിഫറെൻറ്റ് നൊട്ടേഷനാണ്, പക്ഷെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഡി വൈനെ ഇതുപോലെ എഴുതാം. ഡി എസ് കട്ടാകുമ്പോൾ ഡി വൈ വരും. പിന്നെ അപ്ലൈ ചെയ്യുന്നു. ഡി ബൈ ഡി എസ് ഓഫ് വൈ, വൈ മീൻസ് എക്സ് ക്യൂബ്. അതിൻ്റെ ആൻസർ ഇങ്ങനെ പോയി ഇതുപോലെ പോകുന്നു അല്ലേ. ഇപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2/3 ആവും. ഈ മൈനസ് 2/3 ആ 1/3 പാറ്റേണിൽ വരാൻ വേണ്ടി മൈനസ് 1/3 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അപ്പം ഈ മൈനസ് പോകുമ്പോൾ 1 കൊടുത്താൽ മൈനസ് പോയി, സ്ക്വയർ ആക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇത് കിട്ടി, മൈനസ് 1/27 കിട്ടി. മൈനസ് 1/27 ഈസ് ഫൗണ്ട് ഔട്ട് ബൈ യൂസിങ് കാൽക്കുലേറ്റർ 0.03. സോ ഫൈനൽ ആൻസർ ഈസ് 2.97. So we are going to discuss some important theorems in calculus in this section. അപ്പോൾ അതിൽ ഓരോ തിയറമാണ് റോൾസ് തിയറം എന്ന് പറയും. അപ്പോൾ എന്താണ് കാര്യം നോക്കാം. ഒരു തിയറം ഈ ഡിഫറൻസിയേഷനിൽ നമ്മൾ പല കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറമാണ് റോൾസ് തിയറം. അപ്പോൾ അതിൽ പറഞ്ഞത് നമുക്കൊരു ഗ്രാഫ് നോക്കാം. y ആക്സിസ്, x ആക്സിസ്. Suppose it is a point A and it is B. We are taking a closed interval AB on the x-axis. The closed interval ഇങ്ങനെ കാണിക്കും അല്ലേ, closed interval A, B. A മുതൽ B വരെ ഇൻക്ലൂഡിങ് A ആൻഡ് B. എയും ബിയും അടക്കം വരുന്ന പോലെയുള്ള ഒരു ഇൻ്റർവെൽ നമ്മൾ എടുത്തു. There will be different points, many points between A and B. So we are including A and B. എയും ബിയും എടുക്കുന്നു. And I am taking
a function, suppose it is a function, a മുതൽ b വരെ എത്തുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. ഓക്കെ, suppose what is f of a, or what is f of a? f of a is equal to, f of a എന്ന് പറയുമ്പോൾ ഇവിടെ വരും f of a, f ഇത് k ആണെന്ന് വെച്ചോ, f of a is equal to some k. Similarly, f of b, f of b is also k അല്ലേ. സോ ഇതിൻ്റെ രണ്ട് ബൗണ്ടറിയിലുള്ള എക്സ് വാല്യൂസ് ആണ് എയും ബിയും, അതിൻ്റെ y വാല്യൂസ് രണ്ടും ഈക്വൽ ആണ്. ദിസ് മീൻസ് വാട്ട്? f of a equal to f of b, f of a equal to f of b. Here the function f of x, this is function f of x. f of x defined from എവിടുന്ന് എവിടത്തേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്? എ ബി എന്ന് പറഞ്ഞ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ നിന്ന് റിയൽ നമ്പേഴ്സ് അങ്ങോളം പോകും, റിയൽ നമ്പേഴ്സ്, y axis, the x axis. That is f of x is defined from closed interval a b to the real number. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആക്സിസ് ഫുൾ എടുക്കുന്നില്ല, ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിൽ ഇത് ഫുൾ റിയൽ നമ്പർ തേച്ച് കൊടുക്കാം. സോ എഫ് ഓഫ് എക്സ് is a function defined from the closed interval a b to r, and it is continuous. f of x is continuous over this closed interval. എവിടെയും ബ്രേക്ക് ആയിട്ടില്ല, continuous over this closed interval, and it is differentiable in the open interval. ഇപ്പോൾ എയും ബിയും ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള പോയിൻറ്റ്സിലെല്ലാം എഫ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. അപ്പം എന്താ പറയുക, നമ്മൾ എഫ് ഓഫ് എക്സ് defined from closed interval a b to r is said to satisfy Rolle's theorem by f of x defined from a to closed interval a to b, closed interval a to ab to the real number set R is said to satisfy Rolle's theorem, comma, the following conditions should be satisfied. The following conditions should be satisfied. അപ്പോൾ എന്താ പറയണ്ടേ, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആവണം. ഫസ്റ്റ് വൺ എഫ് ഓഫ് എ, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആവണം. ഫസ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് ഈസ് continuous on the closed interval AB. Second one, f of x is differentiable in the open interval AB. Third one, f of a equal to f of b, f of a equal to f of b. ഇപ്പോൾ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണം, എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആവണം, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആവണം. Then there exists at least one c, ഒരു c ഉണ്ടാവണം, at least one number c belongs to open interval AB. എയും ബിയും വരാൻ പാടില്ല, ഈ എൻ്റെയും ബിൻ്റെയും ഇടയിൽ ഒരു സി ഉണ്ടാവണം, ഒരു സി എങ്കിലും ഉണ്ടാവണം. സപ്പോസ് ഇറ്റ് സി.
there exists at least one point C in the open interval AB such that f dash C equal to 0. f dash C equal to 0. അപ്പോൾ ഇതാണ് C. അതിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ടാവും. ഇതിലൂടെ ടാൻജൻറ്റ് പാസ്സാവുമെന്ന് വിചാരിച്ചോ. ടാൻജൻറ്റ് അല്ലേ? അപ്പോൾ ആ ടാൻജൻറ്റ്, ഈ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് ഓഫ്, ഇതിൻ്റെ സ്ലോപ്പ് എത്രയാ? ഇത് എക്സ് ആക്സിൽ കട്ട്, ഇപ്പോൾ ദിസ് ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, സോ ദിസ് ലൈൻ ഡസൻറ്റ് മീറ്റ് എക്സ് ആക്സിസ്, സോ സ്ലോപ്പ് ഈസ് 0. ആംഗിൾ ഇല്ല, സ്ലോപ്പ് ഈസ് 0 അല്ലേ? സ്ലോപ്പ് എന്താ നമ്മൾ ഈ സെക്ഷനിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? dy/dx ഡെറിവേറ്റീവ്. സോ ഡെറിവേറ്റീവ് 0 ആണ്. ഡെറിവേറ്റീവ് മീൻസ് വാട്ട്? എഫ് ഡാഷ് സി. എഫ് ഡാഷ് സി ഈക്വൽ ടു 0. എഫ് ഡാഷ് dy/dxന്റെ വേറെ പേരെന്താ? dy/dx is equal to f dash x. dy/dx at x is equal to c means what? f dash c എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം എന്താണ് പറഞ്ഞ കാര്യം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ റോളിൻ്റെ തിയറം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്താ? This function should be a smooth one or continuous one over the closed interval AB, and this function should be differentiable one over the open interval AB such that f of a equal to f of b. Then there exists at least one point C between a and b whose first derivative at that point C equal to 0. അപ്പോൾ എന്താ നിങ്ങൾ പഠിച്ചു നോക്കേണ്ടത്? ഈ കാര്യങ്ങൾ പഠിച്ചു നോക്കണം. ഇത് വെച്ചിട്ട് പ്രോബ്ലം പരീക്ഷയ്ക്ക് വരും. റോളിൻ്റെ തിയറം എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുക? എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുക? ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ഫ്രം എ ടു ബി ടു ആർ ഈസ് സെറ്റ് ടു ഫോളോ എന്ന് വേണമെങ്കിൽ പറയാം. സെറ്റ് ടു ഫോളോ f of x defined from a to b to r is said to follow Rolle's theorem. The following conditions should be satisfied. ഏതൊക്കെ കണ്ടീഷൻ? അത് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണം. എവിടെ? ക്ലോസ്ഡ് ഇന്റർവെൽ എബിയിൽ കണ്ടിന്യൂസ് ആവണം. പിന്നെ എഫ് ഓഫ് എക്സിന് ഡെറിവേറ്റീവ് ചെയ്യാൻ പറ്റണം. ആ ഓപ്പൺ ഇന്റർവെല്ലിൽ ഡെറിവേറ്റീവ് ചെയ്യാൻ പറ്റണം. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഒരേ നമ്പറിന് ആയിരിക്കണം. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ there exists at least one point C. ഇതിനിടയിൽ ഒരു സി എങ്കിലും ഉണ്ടാവണം. ഇവിടെ കുറേ നമ്പർ ഉണ്ടാവുക അല്ലേ? അല്ല, ഒരു നമ്പറെങ്കിലും നമുക്ക് കിട്ടണം. ആ നമ്പറിൽ, ആ പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ചാൽ അത് ടാൻജൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് 0 ആണ്. അതായത് ടാൻജൻറ്റ് എക്സ് ആക്സിസിന് പാരലാണ്. ഇപ്പോൾ ഗ്രാഫ് എങ്ങനെയാണെങ്കിലോ, സപ്പോസ് ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ, ഇതാണ് ഫംഗ്ഷൻ എന്ന് വെച്ചോ. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചോ. ഇവിടെ ഇങ്ങനെ, ഇത് എ, ഇത് ബി. വാട്ട് ഇസ് എഫ് ഓഫ് എ? എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഇവിടെ 0. എഫ് ഓഫ് ബി എന്ന് പറയുമ്പോൾ 0. സോ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. അപ്പോൾ ഇൻ്റർവൽ അപ് ടു ദിസ് എ ആൻഡ് ബി, ഇത്രയാണ് ക്ലോസ് ഇൻ്റർവൽ ഉള്ളത്. അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇത് നമുക്ക് ഡെറിവേറ്റീവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവണം? അറ്റ്ലീസ്റ്റ് വൺ സി, ഒരു സി എങ്കിലും ഉണ്ടാവണം. അപ്പോൾ നോക്ക്, ഞാനിപ്പോൾ ഇവിടെ ഒരു സി എടുക്കാം, C1 എന്ന് പറയാം. അപ്പോൾ അതിൽ ഒരു ടാൻജൻറ്റ് നമുക്ക് ഇവിടെ കാണാം. ദാറ്റ് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്, സോ സ്ലോപ്പ് ഈക്വൽ ടു 0 മീൻസ് എഫ് ഡാഷ് C1 ഈക്വൽ ടു 0. സിമിലർലി അനദർ പോയിന്റ് ഇവിടെ ഉണ്ട്, C2. അവിടെ നമുക്ക് അടുത്ത ടാൻജൻറ്റ് വരക്കാൻ പറ്റും. അപ്പോൾ എഫ് ഡാഷ് C2, ഈ ടാൻജൻറ്റ് പറയാൻ കാരണം എന്താ? dy/dx. സ്ലോപ്പിനാണ് ടാൻജൻറ്റ് എന്ന് പറയാം, dy/dx. അത് ഡെറിവേറ്റീവ്. അപ്പോൾ എഫ് ഡാഷ് C2 ഈസ് ഓൾസോ വാട്ട്? 0. അപ്പോൾ ഈ കർവും റോളിൻ്റെ തിയറം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ ഇത്രേ അറിയേണ്ട ആവശ്യമുള്ളൂ. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് സി ഇൻ ദ ഓപ്പൺ ഇന്റർവൽ എ ബി ഹൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് 0 ആണോ ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇതാണ് റോൾസ് തിയറത്തിൻ്റെ കോൺസെപ്റ്റ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഐഡിയ മനസ്സിലാവും. ഓക്കെ, റോൾസ് തിയറത്തിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. വെരിഫൈ റോൾസ് തിയറം ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു
x square plus 2x minus 8. It is a function. It is defined over the closed interval -4 2. അപ്പോൾ -4 മുതൽ 2 വരെ എടുക്കുന്നത്. അപ്പോൾ എക്സ് വൈ ആക്സസ് ഒക്കെ വരച്ചാൽ ഇവിടെ 0 ഉണ്ടാവും. -1 -2 -3 -4. -4 മുതൽ 2 വരെയുള്ള ഏതോ ഒരു കർവ്. നമുക്ക് ആ കർവ് നിൽക്കുമ്പോൾ മനസ്സിലാവില്ല. എക്സിന് ഡിഫറൻറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ കുറേ വൈ വാല്യൂസ് കിട്ടും. അത് വെച്ച് നമുക്ക് ഗ്രാഫ് വരക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. അപ്പോൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ? ആ കണ്ടീഷൻ എന്തൊക്കെയാണ്? പ്രൂവ് ചെയ്യുക. അതിൻ്റെ പ്രൂഫ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? എഫ് ഓഫ് എക്സ് ഷുഡ് ബി കണ്ടിന്യൂസ് ഓവർ ദിസ് ക്ലോസ്ഡ് ഇന്റർവൽ -4 to 2. നമുക്കറിയാം ഇറ്റ് ഇസ് എ പോളിനോമിയൽ അല്ലേ? ഈ പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലാം സാധാരണ കണ്ടിന്യൂസ് ആണ്. നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പരീക്ഷയ്ക്ക് പോകുന്ന ഏത് ക്വസ്റ്റനും നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങ് എഴുതിയാൽ മതി. ഇവിടെ പറയാം, സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ function, it is continuous over the closed interval -4 to 2. അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അത് കണ്ടിന്യൂസ് ആണെന്നുള്ള എഴുതി വെച്ചാൽ മതി. തൽക്കാലം നമുക്ക് അതിന് പ്രൂഫിനൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇ റേസ് ടു എക്സ് എന്നൊക്കെ കാണുമ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആ രീതിയിൽ നമുക്ക് പറഞ്ഞാൽ മതി. അതായത് ക്വസ്റ്റൻ വരുന്നത് ആ രീതിയിൽ പറഞ്ഞാൽ മതി. ഇറ്റ് ഇസ് എ പോളിനോമിയൽ, എക്സ് സ്ക്വയർ 2x അങ്ങനെയുള്ള കാണുന്ന പോളിനോമിയലാണ്. സോ this f of x is a polynomial function. Therefore every polynomial function is continuous one. Therefore this polynomial function is also continuous over the given closed interval. Similarly second one is what? അങ്ങനെ പറയാം, since f of x is a polynomial function, it is differentiable over the open interval -4 to 2. ഇത് ക്ലോസ്ഡ് ഇന്റർവൽ, ഇത് ഓപ്പൺ ഇന്റർവൽ. അപ്പോൾ നമുക്കറിയാം f of x is equal to x square plus 2x minus 8. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? d by dx of x square plus 2x minus 8. d by dx of x square 2x. 2xൻ്റെത് 2 പുറത്തേക്ക് എടുത്താൽ x, 8 0 ആയി. അപ്പോൾ എന്താ ആൻസർ? 2x plus 2. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആണ് എഴുതിയത്. സിൻസ് f of x is a polynomial function, it is differentiable over open interval -4 to 2. അതും അങ്ങനെ എഴുതി വെച്ചാൽ മതി. തേർഡ് വൺ, ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. എന്താണ് അടുത്ത കണ്ടീഷൻ? എന്താ? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ് നോക്കണം. വാട്ട് ഇസ് എഫ് ഓഫ് എ? എഫ് ഓഫ് എ മീൻസ് എഫ് ഓഫ് -4. ദാറ്റ് ഇസ് എന്താ? എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x minus 8. അപ്പോൾ എഫ് ഓഫ് -4 -4 സ്ക്വയർ പ്ലസ് 2 into -4 -8. ദാറ്റ് ഇസ് -4 സ്ക്വയർ 16 പ്ലസ് മൈനസ് ഇത് 8 -8. അപ്പോൾ 16 - 8 8 8 - 8 0 കിട്ടി. 0 കിട്ടണമെന്നില്ല, എന്തെങ്കിലും നമ്പർ കിട്ടാം. അപ്പോൾ 0 കിട്ടി. ദെൻ വാട്ട് ഇസ് എഫ് ഓഫ് ബി? എഫ് ഓഫ് ബി ആരാ? 2. ദാറ്റ് ഇസ് എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് 2 into 2 -8. 2 സ്ക്വയർ 4 പ്ലസ് 2 into 2 4 -8. 4 plus 4 8. 8 - 8 0. അതും 0 കിട്ടി. അപ്പോൾ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും സെയിം ആൻസർ കിട്ടി. ദെർഫോർ വാട്ട്? എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. അപ്പോൾ തേർഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? ഇനി നമ്മൾ എന്ത് എഴുതണം? ദെൻ there exist at least one point C in the open interval AB. Ara AB -4 to open interval -4 to such that f dash C equal to 0. ഇങ്ങനെ എഴുതി വെക്കണം. അതാണ് അതിൻ്റെ മെയിൻ കണ്ടീഷൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ there exists a point C or at least one point C in the open interval B such that f dash C അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആ പോയിന്റിൽ 0 ആയിരിക്കും എന്ന് എഴുതി വെക്കുക. എന്തായാലും നമ്മൾ f of x is equal to x square plus 2x minus 8. f dash x എന്ന് പറഞ്ഞാൽ എന്താ? d by dx of
ഇത് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8. അപ്പോൾ 2x പ്ലസ് 2 നേരത്തെ പറഞ്ഞ പോലെ 2x പ്ലസ് 2. ഇനി എഫ് ഡാഷ് സിയോ എക്സ് മാറ്റി സി കൊടുക്കും 2 ഇൻറ്റു സി പ്ലസ് 2 ദാറ്റ് ഇസ് 2c പ്ലസ് 2. 2c പ്ലസ് 2. ദിസ് എഫ് ഡാഷ് സി ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2c പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ 2c is equal to minus 2. c is equal to minus 2 by 2. That is equal to what? Minus 1. Minus 1. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ -1 ഈ -4 2-ലുണ്ടോ എന്ന് നോക്കണം. -1 എന്ന് പറയുന്നത് -4 2-ലുണ്ടാവുക നോക്കാം. ഇപ്പോൾ ലൈൻ എടുത്താൽ ഇവിടെ 0 ഉണ്ടാവും അല്ലേ. ഇവിടെ -1 -2 -3 -4 ഇത് 1 2. ഇപ്പോൾ ഇവിടുന്ന് മുതൽ ഇത്ര വരെയാണ് നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ. ഈ -4ഉം 2 മാറ്റിയാലാണ് ആരുണ്ടാവുക? ഓപ്പൺ ഇൻ്റർവൽ ഉണ്ടാവുക. അപ്പോൾ -1 ഇതിനകത്തുണ്ടാ? യെസ്, -1 ഉണ്ട്, അവിടെ ഉണ്ട്. -1 belongs to -4 to. So there exists at least one point C in the open interval AB or open interval -4 to. Therefore, this function satisfies Rolle's theorem. Hence the proof. Hence the proof. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു. ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഫംഗ്ഷൻ റോൾഡ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാനുള്ള കണ്ടീഷൻസ് ബൈ ഹാർട്ട് ആക്കി വെക്കണം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? കണ്ടിന്യൂസ് ആവണം. സെക്കൻഡ് കണ്ടീഷൻ ഡിഫറൻഷ്യബിൾ ആവണം. ആ ഒന്ന് ക്ലോസ്ഡ് ഇൻ്റർവെലിൽ മറ്റത് ഓപ്പൺ ഇൻ്റർവെലിൽ. തേർഡ് വൺ f(a) ഈക്വൽ ടു f(b) ആവണം. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ then there exists at least one point C in the open interval AB such that f dash c equal to 0. പിന്നെ f of x കാണുമോ, f dash x കാണുമോ, f dash c കാണുമോ, f dash c equal to 0 എന്ന് പറഞ്ഞിട്ട് സിൻ്റെ വാല്യൂ കാണും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സിൻ്റെ വാല്യൂ കാണുമോ അതിന് ചെക്ക് ചെയ്യുക. ആ ഓപ്പൺ ഇൻ്റർവെലിൽ ഈ ഓപ്പൺ ഇൻ്റർവെൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ റോൾസ് തിയറം സാറ്റിസ്ഫൈഡ്, ഇല്ലെങ്കിൽ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് റോൾ തിയറോ അതിൻ്റെ എക്സാമ്പിളും. ഓക്കെ, അപ്പോൾ നമ്മൾ റോൾസ് തിയറം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അതുപോലുള്ള വേറൊരു തിയറമാണ് മീൻ വാല്യൂ തിയറം, ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം. ഒരാളുടെ പേരാണ് ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം. അപ്പോൾ അതെന്താ പറയുന്നത് നോക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഗ്രാഫ് എടുക്കാം. നമുക്ക് ഗ്രാഫ് എടുത്തു, ഒരു കേർവ് എടുത്തു. അപ്പോൾ ഇൻ്റർവെല് എ കറക്റ്റായിട്ട് ബി, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. സോ ഇതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. So f of x is defined from closed interval a by 2 the real number. X axis y axis y axis അങ്ങനെ എടുക്കാം. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഇതിനെ കട്ട് ചെയ്യുന്നു. സീക്കൻഡ് ലൈൻ എന്ന് പറയാം അല്ലേ. ടച്ച് ചെയ്യുന്നതിന് ടാൻജൻറ്റ് ലൈൻ എന്ന് പറയും, ഇതിനെ കട്ട് ചെയ്യുന്നതിന് സീക്കൻഡ് ലൈൻ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വാട്ട് ഇസ് എഫ് ഓഫ് എ? എഫ് ഓഫ് എ ഇവിടെ ഉണ്ടാവും. ഇതാണ് എഫ് ഓഫ് എ. ഇപ്പുറം എഫ് ഓഫ് ബി. എഫ് ഓഫ് ബി, എഫ് ഓഫ് എയും എഫ് ഓഫ് ബി ഇപ്പോൾ ഈക്വൽ അല്ല. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ അല്ല. റോൾസ് തിയറത്തിൽ ആ രണ്ടും ഈക്വൽ ആയിരുന്നു. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. യെസ്, ദെൻ ദർ എക്സിസ്റ്റ് അറ്റ് ലീസ്റ്റ് വൺ പോയിന്റ് സി. അപ്പോൾ ഇവിടെ ഇതൊരു സി ഉണ്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെയും ബിൻ്റെയും സി, എൻ്റെയും ബിൻ്റെ ഇടയിൽ അറ്റ് ലീസ്റ്റ് വൺ പോയിന്റ് സി ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ആരുണ്ടാവുക? എഫ് ഓഫ് സി ഉണ്ടാവും. എഫ് ഓഫ് സി അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ടാൻജൻറ്റ് വരച്ചാൽ, അപ്പോൾ ആ ടാൻജൻറ്റ് സീക്കൻഡിൻ്റെ പാരലാണെന്ന് വിചാരിച്ചോ. ഇത് രണ്ട് പാരലാണെന്ന് വെച്ചോ. ടാൻജൻറ്റ് ഈസ് പാരലൽ ടു ദി സീക്കൻഡ്. ഇത് രണ്ട് പാരലാണ്. അങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് ഏതാണ്? ഈ പോയിൻ്റ് സി ഉണ്ട്
പിന്നെ അതിൻ്റെ എഫ് ഓഫ് സി ഉണ്ട്, അതിൻ്റെ പോയിന്റ്. സോ ദാറ്റ് ദിസ് ടാൻജൻറ്റ് ഈസ് പാരലൽ ടു ദിസ് സീക്കൻറ്റ്. അപ്പോൾ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ ഇങ്ങോട്ട് പോയാൽ ഒരു തീറ്റ ഉണ്ടാവും. അതേ ആംഗിൾ തന്നെ ആയിരിക്കുമല്ലോ ഇവിടെയും തീറ്റ. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ വാട്ട് അബൌട്ട് ദിസ് ഡിസ്റ്റൻസ്? ഇത്രയും എഫ് ഓഫ് എ, ഇത്രയും എഫ് ഓഫ് ബി, ഇത് എഫ് ഓഫ് എ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആരാ? എഫ്, ഇത് അല്ലേ? ഈ ഡിസ്റ്റൻസ് സെയിം അല്ല, ഇത് സെയിം ആണ്. ഇതാണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ആലോചിച്ചാൽ മതി, ഇത് സെയിം, ഈ രണ്ട് ഡിസ്റ്റൻസ് സെയിം. അപ്പോൾ ഇത്രയും എഫ് ഓഫ് ബി, ഇത്രയും എഫ് ഓഫ് എ. അപ്പോൾ എഫ് ഓഫ് ബിന്ന് എഫ് ഓഫ് എ മൈനസ് ആക്കിയാൽ ഈ പീസ് കിട്ടും. ഈ ഡിസ്റ്റൻസ് ആരാണ്? ഇത് ഇത്രയും എ, ഇത്രയും ബി. അപ്പം ബിന്ന് എ മൈനസ് ആക്കിയാൽ ഇത് കിട്ടും, ബി മൈനസ് എ. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ടാൻ തീറ്റ? ടാൻ തീറ്റ മീൻസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അഡ്ജസൻറ്റ് സൈഡ് ആരാ? ബി മൈനസ് എ, ബി മൈനസ് എ. ഇതാണ് ടാൻ തീറ്റ. ഏത് പോയിന്റിൽ? അറ്റ് ദ പോയിന്റ് സി അല്ലേ? ടാൻ തീറ്റ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സി. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം? എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ, നമ്മൾ പഠിച്ചു വെക്കേണ്ട കണ്ടീഷൻ. ഇതാണ് എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. അപ്പോൾ നേരത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എഫ് ഡാഷ് സി ഈക്വൽ ടു 0. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് പറയണം? എഫ് ഓഫ് എക്സ്, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ഫോളോ mean value theorem. Mean value theorem. F of x is said to follow mean value theorem. The following conditions should be satisfied. Which are the conditions? First one, f of x is നേരത്തെ പറഞ്ഞ പോലെ തന്നെ continuous over the closed interval AB. Second one, f of x is differentiable in the open interval AB. Then there exists at least one point C in the open interval AB such that f dash C equal to f of B minus f of A divided by B minus A. ഇതാണ് ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ എന്താ ഇപ്പം ഞാൻ പറഞ്ഞത്? A function f of x is said to follow Lagrange's mean value theorem. These conditions should be satisfied. First one, f of x should be continuous over the closed interval AB. Second one, f of x should be differentiable in the open interval AB. Third one, then there exists at least one point C in the open interval AB such that f dot C equal to f of B minus f of A divided by B minus A. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ. അപ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത ഫിഗറാണിത്. നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ കാര്യം ക്ലിയർ ആവും. പരീക്ഷയ്ക്ക് റോൾസ് തിയറോ അല്ലെങ്കിൽ മീൻ വാല്യൂ തിയറോ ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറോ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഒരു പ്രോബ്ലം നോക്കാം. ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറത്തിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. സോ യു ഹാവ് ടു പ്രൂവ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 4x മൈനസ് 3 ഇൻ ദ ക്ലോസ്ഡ് ഇന്റർവൽ 1-4 ഈസ് ടു ഫോളോ മീൻ വാല്യൂ തിയറം. അപ്പോൾ ലഗ്രാഞ്ചസിൻ്റെ മീൻ വാല്യൂ തിയറം ഈ കേർവ്, ഈ ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പ്രൂവ് ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം പ്രൂഫ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? സിൻസ്
f of x is a polynomial, it is continuous in the closed interval 1, 4. അത് നേരത്തെ പോലെ എഴുതി വെച്ചു. Second one, since f of x is a polynomial, it is differentiable, അല്ലേ? Differentiable in the open interval 1, 4. അത് ഓക്കെ. പിന്നെ എന്ത് പറയണം? ഡിസ്ക്രിപ്ഷൻ പറയണം. Then there exists at least one point C in the open interval AB 1, 4 such that f dash C equal to f of B minus f of A divided by B minus A. ഇങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3. അപ്പോൾ എഫ് ഡാഷ് എക്സോ 2x മൈനസ് 4 അല്ലേ? 2x മൈനസ് 4. എഫ് ഡാഷ് സിയോ എഫ് ഡാഷ് സി ഈക്വൽ ടു 2c മൈനസ് 4. യെസ്, എക്സ് പകരം സി കൊടുത്തു, 2c മൈനസ് 4. ഇനി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ എന്താ? വാട്ട് ഇസ് എഫ് ഓഫ് ബി? എഫ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ ബി കൊടുക്കുക. എന്താ എഫ് ഓഫ് ബി? 2 സ്ക്വയർ ബി സ്ക്വയർ അല്ലേ? അത് അല്ലെങ്കിൽ എഫ് ഓഫ് ബി അര 4, എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് എ എഫ് ഓഫ് 1 ഡിവൈഡ് ബൈ ബി മൈനസ് എ 4 മൈനസ് 1. ഇത് എ, ഇത് ബി. അപ്പോൾ എന്താണ് എഫ് ഓഫ് 4? എഫ് ഓഫ് 4 ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 4 മൈനസ് 3. എത്ര വരും? 4 സ്ക്വയർ 16, 4 ഇൻറ്റു 4 16 മൈനസ് 3. സോ ഇത് 0 ആവും. ആൻസർ ഈസ് മൈനസ് 3. ഇനി എഫ് ഓഫ് 1 എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 3. 1 സ്ക്വയർ 1 മൈനസ് 4 മൈനസ് 3. 1 മൈനസ് 4 മൈനസ് 3. മൈനസ് 3 മൈനസ് 3 മൈനസ് 6. അപ്പോൾ എഫ് ഓഫ് 1 കിട്ടി. അപ്പോൾ എന്ത് വരും ഇവിടെ? എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡ് ബൈ 4 മൈനസ് 1 3 ഈക്വൽ ടു എഫ് ഓഫ് 4 മൈനസ് 3 എഫ് ഓഫ് 1 മൈനസ് 6 ഡിവൈഡ് ബൈ 3. അപ്പോൾ ഈക്വൽ ടു മൈനസ് 3 മൈനസ് മൈനസ് പ്ലസ് 6 ബൈ 3 മൈനസ് 3 പ്ലസ് 6 that is 3 by 3. The 3 by 3 1. എന്താ കണ്ടീഷൻ? എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. എഫ് ഡാഷ് സി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ബാക്കി ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് എഫ് ഡാഷ് സി ഈക്വൽ ടു വാട്ട്? 2c മൈനസ് 4 ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. ദാറ്റ് ഈസ് വാട്ട്? 1. 2c minus 4 is equal to 1. So 2c is equal to 1 plus 4, that is equal to 5. C is equal to 5 by 2. That is 2.5. ഇനി 2.5 ഇതിലുണ്ടോ എന്ന് നോക്കണം. ഉണ്ടാവുമല്ലോ, 2.5 ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും അല്ലേ? നമ്പർ ലൈൻ വരച്ചാൽ ഇവിടെ 4 ഉണ്ടാവും, ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ 4 ഉണ്ടാവും, ഇവിടെ ആരുണ്ടാവും? 2.5 ഉണ്ടാവും. യെസ്, hence the proof. ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഫംഗ്ഷൻ കൊടുത്താൽ ആ കണ്ടിന്യൂറ്റിയും അതുപോലെ ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ പറയണം. അതിനുശേഷം ഈ കണ്ടീഷൻ that there exists at least one point C over the open interval AB such that f dash C equal to 0. ഇപ്പോൾ എഫ് ഡാഷ് സി കാണണം. അതിൻ്റെ ഫോർമുല എന്താ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. ഇനി റോൾസ് തിയറത്തിലാണെങ്കിലോ ഇത്രയൊന്നുമില്ല, എഫ് ഡാഷ് സി ഈക്വൽ ടു 0 എന്ന് മാത്രം. ഇവിടെ ഇത് ഇപ്പോൾ എഫ് ഓഫ് ബിയും എഫ് ഓഫ് എയും കണ്ടുപിടിക്കണം. ബി എന്ന് പറയുമ്പോൾ 4, എ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ എഫ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 4 അല്ലേ? കൊടുത്ത് നോക്കുമ്പോൾ എഫ് ഓഫ് 4 കിട്ടി, മൈനസ് 3 കിട്ടി. ഇനി എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 കൊടുത്തു, അത് മൈനസ് 6 കിട്ടി. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ -3 - -6 ഡിവൈഡ് ബൈ 4 - 1 3. അങ്ങനെ അതിൻ്റെ ആൻസർ 1 കിട്ടി.
രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. എഫ് ഡാഷ് സി ഈക്വൽ ടു ഇതാണല്ലോ. അപ്പോൾ എഫ് ഡാഷ് സി ഈക്വൽ ടു 2c - 4 ഈക്വൽ ടു 1, 2c ഈക്വൽ ടു അങ്ങനെ ചെയ്താൽ c ഈക്വൽ 2.5, അങ്ങനെ 2.5 ആ ഓപ്പൺ ഇൻ്റർവൽ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം ഈ ക്വസ്റ്റ്യൻ നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം പിക്ചർ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് എന്തൊക്കെ പഠിച്ചു? ഇപ്പം ആദ്യം പഠിച്ചത് അപ്രോക്സിമേഷൻസ് അല്ലേ, ആ ഭാഗത്ത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ട് സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും അല്ലെങ്കിൽ ഫോർത്ത് റൂട്ടൊക്കെ കണ്ടുപിടിക്കുക. സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ തരും. പിന്നെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം അതും പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് നമുക്കിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ഈ ചാപ്റ്ററിന് തന്നെ പുതിയൊരു ഭാഗമായിട്ട് നമുക്ക് വരാം. അപ്പോൾ അതുവരെ ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.